എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അങ്ങനെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചാണ്ടി ഉമ്മനെ വെട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉള്ള ഒരു ചർച്ചാ വിഷയം. അതായത് ചാണ്ടി ഉമ്മന് മന്ത്രിസഭയിലേക്കുള്ള പ്രവേശനം വി.ഡി. സതീശൻ തടഞ്ഞു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയുടെ നിയുക്ത MLA ആണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനാണ്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ ഒരു സംഭാവന നൽകിയ വ്യക്തിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹം ഒരു ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ട് ഇന്നും ജനങ്ങളുടെ മനസ്സിൽ ഉമ്മൻചാണ്ടി ജീവിക്കുന്നു. എന്നാൽ അത് പരിഗണിച്ചെങ്കിലും ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകാമായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മനെ ബോധപൂർവം ഈ വി.ഡി. സതീശൻ ഒഴിവാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ന്യൂസുകൾ. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ വി.ഡി. സതീശന് മന്ത്രിസ്ഥാനം ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ വി.ഡി. സതീശന് മന്ത്രിസ്ഥാനം ലഭിക്കേണ്ട സ്ഥാനത്ത് അദ്ദേഹത്തെ മന്ത്രിയാക്കാത്തത് ഉമ്മൻചാണ്ടിയാണ് എന്നും അതിനൊരു പ്രതികാരം എന്നവണ്ണം തൻ്റെ മന്ത്രിസഭയിൽ ചാണ്ടി ഉമ്മനെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നു കഴിഞ്ഞു. മറ്റ് എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കത്തോലിക്ക, ലത്തീൻ കത്തോലിക്ക, മാർത്തോമ, അതോടൊപ്പം തന്നെ യാക്കോബായ സഭയിൽ നിന്നുള്ള പ്രതിനിധികൾ MLA-മാരാകുകയും അവർ മന്ത്രിസ്ഥാനത്തേക്ക് എത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ സഭയായ അദ്ദേഹം ഉൾപ്പെട്ട് നിൽക്കുന്ന ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു മന്ത്രി ഈ പ്രാവശ്യത്തെ ക്യാബിനറ്റിലില്ല എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭയെ ഏറ്റവും അധികം ചൊടിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ചാണ്ടി ഉമ്മനെ നെതിരെ പടയൊരുക്കം തന്നെ കോൺഗ്രസ്സിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. കാരണം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ നോക്കൂ. അദ്ദേഹം ജനസമ്മതനായ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന മീറ്റിങ്ങിൽ വെച്ച് ചാണ്ടി ഉമ്മനെ കാണുമ്പോൾ ജനം ആർത്തു വിളിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ജനപിന്തുണ ശരിക്കും കോൺഗ്രസ്സിൽ, പ്രത്യേകിച്ച് വി.ഡി. സതീശനെ പോലെയുള്ളവരെ വളരെയധികം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അതുമാത്രമല്ല, വി.ഡി. സതീശന് ഒരു എതിരാളിയായിട്ടാണ് ചാണ്ടി ഉമ്മൻ വളർന്നു വരുന്നത് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിലില്ല. അതുമാത്രമല്ല, മറ്റ് ദുർശീലങ്ങളില്ല. അതോടൊപ്പം തന്നെ ജനസമ്മതനായ ഒരു വ്യക്തിയാണ്. തൻ്റെ മത്സരവുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്ററോ ഒരു ബാനറോ അല്ലെങ്കിൽ കൊട്ടിക്കലാശമോ ഒന്നുമില്ലാതെ തന്നെ മത്സരത്തെ നേരിട്ട ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ 50,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇത്രയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു നഷ്ടമുണ്ടാക്കാത്ത ഒരു വ്യക്തിയെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാത്തത് അത്യന്തം ഖേദകരവും ദുഃഖകരമായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം വിലയിരുത്തുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വി.ഡി. സതീശന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ഉണ്ടായ ആ വിദ്വേഷമാണ്. 2011 തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാതെ തന്നെ ഒഴിവാക്കിയതിൻ്റെ ഒരു പ്രതികാരമാണ് ഇപ്പോൾ ഈ ചാണ്ടി ഉമ്മനോട് ഈ വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഉൾഭയം ഉണ്ടായിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ വളർന്നു വന്നാൽ തൻ്റെ മുഖ്യമന്ത്രി കസേരയ്ക്കോ അല്ലെങ്കിൽ പാർട്ടിയിലുള്ള തൻ്റെ സ്ഥാനത്തിനോ ഒരു വലിയ ഭീഷണിയായിത്തീരും എന്ന് വി.ഡി. സതീശൻ കണക്ക് കൂട്ടുന്നുണ്ട് എന്നുള്ളതും വാർത്തകളിലൂടെ പുറത്തു വരികയാണ്. എന്തായാലും പുതുപ്പള്ളിയിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോട്ടയം മേഖലയിലുള്ള ജനങ്ങൾ, അതോടൊപ്പം ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ആളുകൾ അവരുടെ ഉള്ളിൽ
അവർ പുറത്തു പറയുന്നില്ലെങ്കിലും ഉള്ളിൽ വലിയ അമർഷം രൂപം കൊള്ളുകയാണ്. കാരണം പാർട്ടി ഇത്രയും ശക്തമായ ഒരു വിജയം 102 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ഈ UDF ഇതുപോലെ കഴിവും പ്രാപ്തിയും അതോടൊപ്പം തന്നെ പാർട്ടിയോട് സ്നേഹവും കൂറുമുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് തങ്ങൾക്ക് ഇഷ്ടത്തിന് വഴങ്ങുന്ന ആളുകളെ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ പൊതുജനങ്ങളുടെ താല്പര്യം കണക്കിലെടുത്തില്ല എന്നുള്ള ഒരു ചിന്തയും അവിടെ വരികയാണ്. എന്തായാലും ഒരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ്. VD സതീശൻ്റെ ഈ ഭരണം എത്ര നാൾ മുമ്പോട്ട് പോകും എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ആരംഭത്തിൽ തന്നെ വലിയ കല്ലുകടിയാണ്. മന്ത്രിസഭയിൽ ഈ വകുപ്പുകൾ തമ്മിലുള്ള വിഭജനം തന്നെ വലിയൊരു പ്രശ്നത്തിൽ കലാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല പത്രക്കാരുള്ള ധാർഷ്ട്യമായ ഇടപെടൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ VD സതീശൻ്റെ മന്ത്രിസഭ എത്ര നാൾ മുമ്പോട്ട് പോകും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയും അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ്റെ പാർട്ടിയിലുള്ള ആ വളർച്ചയും അദ്ദേഹത്തിൻ്റെ ഒരു പോപ്പുലാരിറ്റിയും അക്ഷരാർത്ഥത്തിൽ VD സതീശനെയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പുകളെയും ഞെട്ടിച്ചിരിപ്പിക്കുകയാണ്.